സ്ത്രീ സുരക്ഷയും സമൂഹവും അല്ലെങ്കിൽ സാമൂഹിക പ്രശ്നങ്ങളും എന്നതാണ്. സ്ത്രീ സുരക്ഷയും സാമൂഹിക പ്രശ്നങ്ങളും എന്ന വിഷയമാണ് എനിക്ക് സംസാരിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇതൊരു വിശാലമായ വിഷയമായതുകൊണ്ട് ഇതിനെ പല കോണുകളിൽ നിന്ന് നോക്കിക്കണ്ടുകൊണ്ട് പ്രസംഗിക്കാം. വേണമെങ്കിൽ നിയമത്തിൻ്റെ കോണിൽ നിന്ന് എന്തൊക്കെയാണ് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ, എങ്ങനെയാണ് ഈ നിയമങ്ങൾ പാലിക്കപ്പെടേണ്ടത്, എങ്ങനെയാണ് നിയമലംഘനം നടക്കുന്നത്, സമൂഹത്തിൻ്റെ മേലുണ്ടാകുന്ന ഏതൊക്കെ നിയമങ്ങൾ കൊണ്ട് സാമൂഹിക പ്രശ്നങ്ങൾ ഒഴിവാക്കാം തുടങ്ങി ഒരു അഭിഭാഷകൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്ന്, നിയമജ്ഞൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്ന് ഈ വിഷയത്തെ നോക്കിക്കാണാം. പക്ഷെ ഞാൻ അതിനല്ല ശ്രമിക്കുന്നത്. രണ്ടാമത്, ഒരു സാമൂഹ്യ പ്രവർത്തകയുടെ കാഴ്ചയിൽ നിന്ന് ഈ നിയമത്തെ നോക്കിക്കാണാം. സമൂഹം എങ്ങനെയാണ് സ്ത്രീകൾക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ പരാജയപ്പെടുന്നതെന്നും നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ നിലവിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്നും ഒക്കെ ഒരു സാമൂഹ്യ പ്രവർത്തകയുടെ കോണിലൂടെ, കൺകോണിലൂടെ നോക്കിക്കാണാം. ഞാൻ അതിനുമല്ല ഒരുങ്ങുന്നത്. മൂന്നാമത്തേത്, ശ്രീനാരായണ ഗുരുദേവൻ എന്ന മഹാതപസ്വി, മഹാ ഈശ്വരീയ പുരുഷൻ നമുക്ക് കാട്ടിത്തന്നത് എങ്ങനെ സ്ത്രീ സുരക്ഷയും സാമൂഹിക സുരക്ഷയുമൊക്കെ ആധ്യാത്മികതയുടെ സൗരശോഭയിൽ ഉറപ്പാക്കാം എന്നതിനെക്കുറിച്ചാണ്. ആ കോണിൽ നിന്ന് ഈ വിഷയത്തെ നോക്കിക്കാണുന്നതാവും കൂടുതൽ ഉചിതം എന്ന് ഞാൻ കരുതുന്നു. ശ്രീനാരായണ ഗുരുദേവൻ്റെ എത്രയെത്രയോ കാലാതീതമായ ഉദ്ധരണികൾ, വചസ്സുകൾ, ശ്ലോകങ്ങൾ, കീർത്തനങ്ങൾ ഒക്കെ നമുക്കൊക്കെ ഹൃദിസ്ഥമാണ്. അതൊന്നും ആവർത്തിക്കാൻ ഞാൻ പോകുന്നില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞ ഒരു വരി, ഒരേ ഒരു വരി മാത്രം ഉദ്ധരിച്ചുകൊണ്ട് എല്ലാവർക്കും അറിയാവുന്ന, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാവുന്ന ഒരു വരി ഉദ്ധരിച്ചുകൊണ്ട് അതെങ്ങനെ സാമൂഹ്യ സുരക്ഷയ്ക്കും സ്ത്രീ സുരക്ഷയ്ക്കും അടിത്തറയായി മാറുന്നു എന്ന് സൂചിപ്പിക്കാൻ മാത്രമാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, അതിനൊപ്പം സംഘടന കൊണ്ട് ശക്തരാവുക എന്നുകൂടിയുണ്ട്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, ഈ ഒരൊറ്റ വാചകം മതി സമൂഹത്തിൻ്റെയും ലോകത്തിൻ്റെയും സ്ത്രീകളുടെയും മുഴുവൻ സുരക്ഷിതത്വം ഉറപ്പിക്കാൻ. ഗുരുദേവൻ എന്തുകൊണ്ടായിരിക്കും വിദ്യ കൊണ്ട് ജോലി നേടുക എന്ന് പറയാത്തത്? വിദ്യ കൊണ്ട് മിടുക്കരായി തീരുക എന്നെന്താവും പറയാത്തത്? വിദ്യ കൊണ്ട് സാമർഥ്യമുള്ളവരായി തീരുക എന്ന് പറയാത്തത് എന്താവും? വിദ്യ ഉണ്ടാകുന്ന ആളുകൾ അറിവുള്ളവരാണ്. അപ്പോൾ വിദ്യ കൊണ്ട് പണ്ഡിതരാവുക എന്ന് അദ്ദേഹം അരുളി ചെയ്യാത്തത് എന്തുകൊണ്ടായിരിക്കും? പണ്ഡിതരാവുകയെന്നോ സമർത്ഥരാവുകയെന്നോ പ്രഗത്ഭരാവുകയെന്നോ വിജയിക്കുന്നവരാവുകയെന്നോ മിടുക്കരാവുകയെന്നോ അല്ല ഗുരുദേവൻ അരുളി ചെയ്തത്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക. നമ്മൾ വളരെ നിസ്സാരമായിട്ട് കേട്ട് മറക്കുന്ന, അല്ലെങ്കിൽ ഇതൊക്കെ പണ്ടേ കേട്ടിട്ടുണ്ട്, ഇതൊക്കെ എപ്പോഴും അറിയാവുന്ന കാര്യങ്ങളാണ് എന്ന് തള്ളിക്കളയുന്ന ഈ വചനത്തിന് പസഫിക് സമുദ്രത്തെക്കാൾ ആഴമുണ്ട്, അഗാധതയുണ്ട് എന്നത് അധികം ആളുകളും തിരിച്ചറിയാറില്ല. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക. എന്താണ് പ്രബുദ്ധർ എന്ന പദത്തിൻ്റെ അർത്ഥം? പ്രത്യേകാലുള്ള പ്രഹർഷത്തോടെയുള്ള ബുദ്ധി, പ്രഹർഷേണയുള്ള ബുദ്ധിയാണ് പ്രബുദ്ധി. ബുദ്ധി എന്താണെന്ന് നമുക്കറിയാം. ബുദ്ധിയുള്ള കുട്ടിയാണ്, അയാൾക്ക് നല്ല ബുദ്ധിയുണ്ട്, വളരെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം. പക്ഷേ ഗുരുദേവൻ പറയുന്നത് വെറും ബുദ്ധിയെക്കുറിച്ചല്ല, പ്രഹർഷത്തോടെയുള്ള ബുദ്ധി, സന്തോഷം ഉൽപ്പാദിപ്പിക്കുന്നതും മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുന്നതും ഉള്ള ആൾക്ക് സന്തോഷം അനുഭവിക്കാൻ സഹായകവുമായ ബുദ്ധിയാണ് പ്രഹർഷേണയുള്ള ബുദ്ധി.
പ്രഹർഷേണയുള്ള ബുദ്ധിയുള്ളവരായി തീരുക. എന്താണ് സാധാരണ ബുദ്ധിയും ഈ പ്രഹർഷേണയുള്ള ബുദ്ധിയും തമ്മിൽ അനുഭവതലത്തിൽ വ്യത്യാസം എന്ന് നമുക്കൊന്ന് ആലോചിക്കാം. കുറച്ചു കാലം മുമ്പാണ് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ 4-5 പേര് ചേർന്ന് നട്ടുച്ച സമയത്ത് ഒരു ബാങ്കിലെത്തി ബാങ്ക് ജീവനക്കാരുടെ മേലെന്തോ മയക്കുമരുന്ന് മണപ്പിച്ചും എന്തോ സ്പ്രേ ചെയ്തും ബാങ്ക് കൊള്ളയടിക്കുന്നത്. ഈ കേസ് അന്വേഷിച്ച ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത്, വളരെ ബുദ്ധിയുള്ള കുട്ടികളാണ്, വളരെ കൗശലത്തോടെയാണ് അവരിത് ചെയ്തത്. തെളിവുകൾ അവശേഷിപ്പിക്കാതെ അവിടെയൊക്കെ വെള്ളം ഒഴിച്ചു, വിരലടയാളങ്ങളില്ല. നായ്ക്ക് മണം പിടിച്ച്, പോലീസ് നായ്ക്ക് മണം പിടിച്ച് കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് ചിക്കൻ കറിയൊക്കെ അവിടെ തട്ടിത്തൂവിയിട്ടു. അപ്പോൾ വളരെ ബുദ്ധിപരമായിട്ട് ചെയ്ത ഒരു കുറ്റകൃത്യമാണെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. അതായത് ഈ കുറ്റകൃത്യം ചെയ്ത ചെറുപ്പക്കാർക്ക് നല്ല ബുദ്ധിയുണ്ട് എന്നർത്ഥം. അപ്പോൾ അത് ബുദ്ധി തന്നെയാണ്. പരീക്ഷാ ഹാളിൽ കുട്ടികൾ പലരും ഹാൻഡ് കർച്ചീഫിൽ എഴുതിക്കൊണ്ടുവരും, ഷർട്ടിൻ്റെ മടക്കിലും ചുരിദാറിൻ്റെ ഷോളിലും ഉത്തരങ്ങൾ എഴുതിക്കൊണ്ടുവരും. അധ്യാപകർക്ക് കണ്ടുപിടിക്കാൻ വിഷമമായ രീതിയിലൊക്കെ ഇത് ചെയ്ത് പരീക്ഷ എഴുതി ജയിക്കും. അതും ബുദ്ധിയാണ്, ഈ കൗശലവും ബുദ്ധിയാണ്. അപ്പോൾ ബുദ്ധി എന്ന് പറഞ്ഞാൽ അതിൽ നന്മയുണ്ടാകണമെന്നില്ല, തിന്മയുമാകാം. അതുകൊണ്ടാണ് ഗുരുദേവൻ വിദ്യ കൊണ്ട് ബുദ്ധിയുള്ളവരാവുക എന്ന് പറയാത്തത്. വിദ്യ കൊണ്ട് വിജയിക്കുന്നവരാവുക എന്നും പറഞ്ഞില്ല. കാരണം വിജയിക്കുന്നത് കള്ളനോട്ടടിച്ചിട്ടാകാം, കഞ്ചാവ് വിറ്റിട്ടാകാം, എന്ത് വേണമെങ്കിലും ആകാം. അത് ചെയ്യാനല്ല അദ്ദേഹം പറഞ്ഞത്. വിദ്യ കൊണ്ട് സമർത്ഥരാവുക എന്നും പറഞ്ഞില്ല. സാമർഥ്യം പലപ്പോഴും നല്ല കാര്യങ്ങളിൽ മാത്രമല്ല. അദ്ദേഹം പറഞ്ഞത് വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്നാണ്. വിദ്യ കൊണ്ട് സന്തോഷം ഉളവാക്കുന്നതും സന്തോഷം കൊടുക്കുന്നതുമായ ബുദ്ധി നേടുക, പ്രഹർഷേണയുള്ള ബുദ്ധി നേടുക. എങ്ങനെയാണ് സന്തോഷം ഉളവാക്കുന്ന തരത്തിലുള്ള ബുദ്ധി നേടാൻ പറ്റുന്നത്? ശ്രീനാരായണ ഗുരുദേവൻ ഭൂജാതനായ കാലത്ത്, മലയാളക്കരയിൽ അവതാരമെടുത്ത കാലത്ത് കേരളത്തിൻ്റെ സാമൂഹ്യ പശ്ചാത്തലം ഇന്നത്തേതിന് തുല്യമായിരുന്നില്ല. അവർണ വിഭാഗങ്ങൾ വളരെയേറെ ദുരിതങ്ങൾ നിറഞ്ഞ ജീവിതമാണ് അനുഭവിച്ചത്. എന്നാൽ അവർക്കിടയിലെ സ്ത്രീകളാകട്ടെ, അവർണർക്കിടയിലെ മാത്രമല്ല സവർണ വിഭാഗങ്ങളിലെ കൂടി സ്ത്രീകൾ മൃഗങ്ങളെക്കാൾ ദയനീയമായ ജീവിതമാണ് നയിച്ചിരുന്നത്. കൗമാരക്കാരിയായ ഒരു ബ്രാഹ്മണ സമുദായത്തിലെ പെൺകുട്ടിയെ പലപ്പോഴും വേളി കഴിക്കുന്നത് അവളുടെ മുത്തച്ഛൻ്റെ പ്രായമുള്ള ഒരു ബ്രാഹ്മണനായിരിക്കും. അയാൾ മരണപ്പെട്ടാൽ ആജീവനാന്തം വൈധവ്യം അനുഭവിച്ച് തലമുണ്ടനം ചെയ്ത് ആഭരണങ്ങൾ ഉപേക്ഷിച്ച് വെള്ളയുടുത്ത് അന്തഃപുരത്തിനകത്ത് കഴിയേണ്ടി വന്നിരുന്നു ആ പെൺകുട്ടിക്ക്. ഒരു മനുഷ്യന് ലഭിക്കുന്ന യാതൊരു പരിഗണനയും അവൾക്ക് കിട്ടിയിരുന്നില്ല. ഇത് തന്നെയായിരുന്നു ഏറെക്കുറെ എല്ലാ സമുദായങ്ങളിലെയും സ്ത്രീയുടെ അവസ്ഥ. കേവലം ഒരു ഉപയോഗ വസ്തുവായും ഉപഭോഗ വസ്തുവായുമാണ് സ്ത്രീയെ കണ്ടിരുന്നത്. സാധാരണ മനുഷ്യർക്ക്, പുരുഷന്മാർക്ക് പോലും വിദ്യാഭ്യാസം തീരെ അന്യമായിരുന്ന അക്കാലത്ത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസം എന്നത് ഒരു കിട്ടാക്കനിയായിരുന്നു. അവർക്ക് സ്കൂളിൻ്റെ പടി പോലും കാണാൻ സാധിച്ചിരുന്നില്ല. അക്ഷരങ്ങളെ സ്പർശിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അക്ഷരമെന്ന പദത്തിൻ്റെ അർത്ഥം നമുക്കറിയാം. ക്ഷരമില്ലാത്തത്, നാശമില്ലാത്തത്, എക്കാലത്തും നിലനിൽക്കുന്നത്. പക്ഷേ എക്കാലത്തും നിലനിൽക്കുന്ന അക്ഷരങ്ങൾ അല്ലെങ്കിൽ അറിവ് നേടാൻ സ്ത്രീകൾക്ക് അവസരം ലഭിച്ചില്ല. ശ്രീനാരായണ ഗുരുദേവൻ തൻ്റെ ധർമ്മപ്രബോധനങ്ങളിലൂടെ ആധ്യാത്മികമായ ഒരു ജ്വാല ചുറ്റുപാടുമുള്ള സമൂഹത്തിൻ്റെ മനസ്സിൽ
സൃഷ്ടിച്ചു. കേവലം മൃഗതുല്യരായി ജീവിച്ച് മരിച്ച് മണ്ണടിയുകയല്ല വേണ്ടത് എന്ന് അദ്ദേഹം ആളുകളെ ബോധ്യപ്പെടുത്തി. ജാതി എന്ന വ്യവസ്ഥ ഏറ്റവും അബദ്ധജടിലമാണെന്ന് അദ്ദേഹം ബോധ്യപ്പെടുത്തി. കണ്ടാൽ ജാതി അറിയാത്തവരെങ്ങനെയാണ് കേട്ടാൽ അറിയുന്നത് എന്ന് അദ്ദേഹം പരിഹസിച്ചു. നരജാതിയിൽ 2 ജാതികളേ ഉള്ളൂ, ആണും പെണ്ണും. അത് മാനവവംശത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള 2 ജാതികളാണ് എന്ന് അദ്ദേഹം ബോധ്യപ്പെടുത്തി. പക്ഷേ നരിയെപ്പോലെയും പുഴുവിനെപ്പോലെയും മരത്തെപ്പോലെയും കേവലം ചത്തു മണ്ണടിയുകയല്ല വേണ്ടത്, നരന്മാരുടെയും നാരിമാരുടെയും ഉള്ളിൽ ദീപ്തമായൊരു പ്രകാശനാളം, ആത്മീയ ചൈതന്യം നിലനിൽക്കുന്നുണ്ടെന്നും ആ ചൈതന്യത്തെയാണ് വളർത്തിയെടുക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. അതിനുള്ള വഴി എന്താണ്? പുരാണങ്ങൾ വായിക്കണമെങ്കിൽ, ഉപനിഷത്തുകൾ പഠിക്കണമെങ്കിൽ, സാക്ഷാൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ രചനയായ ശ്രീനാരായണ ധർമ്മം പഠിക്കണമെങ്കിൽ എന്തുണ്ടാവണം? അക്ഷരജ്ഞാനമുണ്ടാകണം. അതുകൊണ്ട് അക്ഷരങ്ങൾ പഠിക്കലാണ് ഏറ്റവും പ്രധാനമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹം സ്കൂളുകൾ സ്ഥാപിക്കാനുള്ള നിർദ്ദേശം കൊടുത്തു. സ്കൂളുകളോടൊപ്പം പെൺകുട്ടികൾക്ക് താമസിക്കാനുള്ള വനിതാ സദനങ്ങൾ, ഹോസ്റ്റലുകൾ നിർമ്മിക്കാനുള്ള നിർദ്ദേശം കൊടുത്തു. ഇതിൻ്റെയൊക്കെ പിന്നിലുണ്ടായിരുന്നത് വിദ്യ കൊണ്ട് നമുക്ക് പ്രഹർഷേണയുള്ള ബുദ്ധി നേടാനാവും എന്ന സത്യമാണ്. പ്രഹർഷേണയുള്ള ബുദ്ധിയുള്ള ഒരു വനിത പഠിച്ച് കേവലം ബിരുദം നേടി അലമാരയിൽ കടലാസ് സൂക്ഷിച്ചു വയ്ക്കുന്നതിന് പകരം, അല്ലെങ്കിൽ പഠിച്ച് ബിരുദം നേടി ജോലി നേടി വെറുതെ ജീവിക്കുന്നതിന് പകരം, പ്രബുദ്ധയായൊരു വനിത എങ്ങനെയായിരിക്കും ജീവിക്കുക? പ്രബുദ്ധയായൊരു വനിത തിരിച്ചറിയും, തൻ്റെ ജീവിതം കൊണ്ട് തനിക്കും മറ്റുള്ളവർക്കും പ്രഹർഷമല്ലെങ്കിൽ സന്തോഷം ഉൽപ്പാദിപ്പിക്കലാണ് തൻ്റെ തൊഴിലെന്ന്. അതാണ് പ്രഹർഷേണയുള്ള ബുദ്ധി അല്ലെങ്കിൽ പ്രബുദ്ധിയുടെ വിശേഷം. ശ്രീനാരായണ ഗുരുദേവൻ അരുളി ചെയ്തത് വിദ്യ കൊണ്ട് പ്രഹർഷേണയുള്ള ബുദ്ധി നേടി തനിക്കും മറ്റുള്ളവർക്കും പ്രകാശം നൽകുന്നവരായി തീരുക എന്നതാണ്. നാം ഇന്ന് കാണുന്നത് വിദ്യ കൊണ്ട് ജോലി നേടുന്നവരെയാണ്, വിദ്യ കൊണ്ട് വായിക്കാനും എഴുതാനും പഠിക്കുന്നവരെയാണ്, വിദ്യ കൊണ്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ അടുക്കി വയ്ക്കുന്നവരെയാണ്. എന്താണ് പറയേണ്ടതെന്നവർക്ക് ഉറപ്പില്ല, എന്താണ് ചെയ്യേണ്ടതെന്നവർക്ക് നിശ്ചയമില്ല, എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറേണ്ടതെന്നതിനെക്കുറിച്ച് അവർക്ക് യാതൊരു ധാരണയുമില്ല. അബദ്ധങ്ങൾ വിളിച്ചു പറയുന്നു. നമ്മുടെ വാക്കുകൾ അനുചിതമാണോ എന്ന് ആലോചിക്കാതെ വായിൽ തോന്നിയത് പറയുന്നു. അറിവില്ലാത്തവരല്ല പറയുന്നത്, വലിയ അറിവുള്ളവർ, പഠിപ്പുള്ളവരാണ് പറയുന്നത്. കാരണം അവരാരും വിദ്യ കൊണ്ട് പ്രബുദ്ധരായിട്ടില്ല, വിദ്യ കൊണ്ട് വിജയിച്ചതേയുള്ളൂ, വിദ്യ കൊണ്ട് സാമർഥ്യം നേടിയിട്ടേ ഉള്ളൂ. അവരുടെ വാക്കുകൾ മുള്ളുകൾ പോലെയാണ്. മുള്ളുകൾ വാരി ചെതറിയാൽ അതിൽ നടക്കുന്നവരുടെയൊക്കെ കാലിൽ അത് തറച്ചുകൊള്ളും. ചിലപ്പോൾ ഇത് വാരി വെതറിയ ആളിൻ്റെ കാലിൽ തന്നെ തറച്ചു കയറി എന്നും വരും. മറിച്ച് വിദ്യ കൊണ്ട് പ്രബുദ്ധി നേടിയ ഒരാൾ ഉചിതമല്ലാത്ത ഒരൊറ്റ വാക്കുപോലും പറയില്ല. അങ്ങനെ ഒരാളുടെ ഭാഗത്തു നിന്നൊരു തെറ്റുമുണ്ടാവില്ല. ശ്രീനാരായണ ഗുരുദേവൻ സങ്കൽപ്പിച്ചത് മാതൃകാ കുടുംബങ്ങളുടെ സൃഷ്ടിയിലൂടെ മാതൃകാ സമൂഹത്തിൻ്റെ നിർമ്മിതിയാണ്. കുടുംബം എന്നതാണ് സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും ലോകത്തിൻ്റെയും മാനവരാശിയുടെയും ഒക്കെ അടിസ്ഥാന ഘടകം. ഏറ്റവും ചെറിയ ഘടകം. എണ്ണി 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 കോടാനുകോടി സംഖ്യകളിലേക്ക് പോകാമെങ്കിലും 1 എന്ന സംഖ്യയാണ് ആദ്യത്തേത്, തുടക്കം എന്നതുപോലെ എത്രയെത്ര വലിപ്പത്തിലേക്ക് വളരാമെങ്കിലും വ്യക്തിയാണ് ആദ്യത്തേത്, വ്യക്തിയിൽ നിന്ന് കുടുംബമാണ് രണ്ടാമത് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞതുകൊണ്ട് സ്ത്രീ വിദ്യാഭ്യാസത്തിന്, സ്ത്രീകൾ വിവേകികളാകുന്നതിന് അദ്ദേഹം വലിയ പ്രാധാന്യം കൊടുത്തു. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്,
കുടുംബത്തിലെ ദീപമായിരിക്കാൻ സ്ത്രീക്ക് സാധിക്കണം. അവൾ ഭർത്താവിനെ സ്നേഹിക്കുകയും അനുസരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവളാകണം. ഭർത്താവിൻ്റെ മാതാപിതാക്കളെ, സ്വന്തം മാതാപിതാക്കളെ, മുതിർന്ന പൗരന്മാരെ ബഹുമാനിക്കുകയും പരിചരിക്കുകയും ചെയ്യുന്നവളാകണം. മക്കളെ ശരിയായ ദിശയിൽ വളർത്തുന്നവളാകണം. നാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ കുട്ടികളെ വളർത്താൻ വേണ്ടിയാണ് ഈ വലിയ പന്തലിനുള്ളിലിരിക്കുന്ന നമ്മളെല്ലാവരും ജോലി ചെയ്യുന്നത്. എന്തിനാ പഠിക്കുന്നത്? ജോലി കിട്ടാൻ. ജോലി കിട്ടുന്നത് എന്തിനാണ്? പൈസ ഉണ്ടാവാൻ. പൈസ ഉണ്ടാവുന്നത് എന്തിനാണ്? കല്യാണം കഴിക്കാൻ. കല്യാണം കഴിക്കുന്നത് എന്തിനാണ്? കുട്ടികളുണ്ടാവാൻ. കുട്ടികളുണ്ടാവുന്നത് എന്തിനാണ്? അവരെ വളർത്തി പഠിപ്പിച്ചു വലിയ ജോലിയിലെത്തി കല്യാണം കഴിപ്പിച്ച് അവരുടെ കുട്ടികളെയും കണ്ട് സ്വസ്ഥമായി വാർദ്ധക്യം ചിലവഴിച്ച് ഭൂമിയിൽ നിന്ന് കടന്നു പോവാൻ. ഇതാണ് നമ്മുടെ ജീവിത പ്രമാണം. കുട്ടികൾക്ക് വേണ്ടി നമ്മൾ പണം വാരിക്കോരി ചെലവഴിക്കുന്നു. സ്വകാര്യ സ്ഥാപനങ്ങളിൽ അവർക്ക് പണം കൊടുത്ത് അഡ്മിഷൻ തരപ്പെടുത്തുന്നു. അവരെ ആഡംബരവും ധൂർത്തും അനുഭവിക്കാൻ വിട്ടുകൊടുക്കുന്നു. ചോദിക്കുമ്പോഴൊക്കെ തന്നെ പോക്കറ്റ് മണി കൊടുക്കുന്നു. പക്ഷെ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിന്, അവരുടെ വ്യക്തിത്വത്തിന് എന്ത് സംഭാവന നൽകുന്നതിനാണ് ഇന്നത്തെ മാതാപിതാക്കളും സമൂഹവും സമയം കണ്ടെത്തുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു ദിവസത്തിലെ 24 മണിക്കൂറിൽ 10 ദിവസങ്ങളിലെ 240 മണിക്കൂറിൽ എത്ര സമയം, എത്ര മണിക്കൂർ നമ്മൾ കുട്ടികളെ നല്ല വ്യക്തികളാക്കി മാറ്റുന്നതിന്, ശ്രീനാരായണ ധർമ്മപഥത്തിലൂടെ അവരെ മുന്നോട്ട് നയിക്കുന്നതിന് മാറ്റിവെക്കാറുണ്ട് എന്ന് അടുത്തിരിക്കുന്ന ആളോടല്ല ചോദിക്കേണ്ടത്, ഓരോ വ്യക്തിയും അവനവനോട് ചോദിക്കേണ്ടതുണ്ട്. ഉറക്കെയല്ല, പതുക്കെ. കൊള്ളാം, ഞാൻ കൺവെൻഷനിൽ പങ്കെടുത്തു, നട്ടുച്ച നേരത്ത് ഉറക്കം വന്നിട്ടും കൂടി പ്രസംഗം കേട്ടിരുന്നു. അതിനപ്പുറം ഞാൻ എത്ര സമയം എനിക്ക് ചുറ്റുമുള്ള കുട്ടികൾ, എൻ്റെ കുട്ടികളോ എൻ്റെ ബന്ധുക്കളുടെ കുട്ടികളോ എനിക്കറിയാവുന്ന കുട്ടികളോ, അവരെ നല്ല മാർഗത്തിൽ വളർത്തുന്നതിന് എത്ര സമയം ഞാൻ മാറ്റിവെച്ചു എന്നൊരു ചോദ്യം നമ്മളോട് ചോദിക്കേണ്ടതുണ്ട്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം വളരെ ചെറുതായിരിക്കും. കാര്യമായിട്ട് നമ്മൾ സമയം ചെലവഴിക്കുന്നില്ല. പഠിക്കണം, റാങ്ക് വാങ്ങണം, നല്ല ജോലി വാങ്ങണം എന്നല്ലാതെ മികച്ച മനുഷ്യരാകണം, ഗുരുഭക്തരായി വളരണം, ശ്രീനാരായണ ഭഗവത് പാദർ കാണിച്ചു തന്ന മാർഗം ജീവിതമാർഗമായി സ്വീകരിക്കണമെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ടോ? മിക്കപ്പോഴും ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. കാരണം നമ്മുടെ സമൂഹത്തിൽ എല്ലാത്തരം വിപത്തുകളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. റാഗിംഗ് എന്ന് പറഞ്ഞിട്ട് സഹവിദ്യാർത്ഥികളെ കൊലയ്ക്കു കൊടുക്കുന്നു. കോമ്പസ് എന്ന് പറയുന്ന ഉപകരണം കൊണ്ട് നെഞ്ചു കുത്തിക്കീറുന്നു, ചങ്ങലയ്ക്ക് കെട്ടിയിടുന്നു, വായിൽ വിഷമൊഴിച്ചു കൊടുക്കുന്നു. ഇത് ചെയ്യുന്നത് ശത്രുരാജ്യത്തോടല്ല, ഒരുമിച്ച് പഠിക്കുന്ന കുട്ടികളോട്, സഹപാഠികളോടാണ്. കഞ്ചാവും അതിനനുബന്ധമായ രാസലഹരി വസ്തുക്കളും കൂടി വ്യക്തിയുടെ ജീവിതത്തെയും കുടുംബമെന്ന സങ്കല്പത്തെയും സാമൂഹ്യ ഘടനയെയും തന്നെ തകർത്ത് കളയുന്നു. ഇതിൻ്റെയൊക്കെ ആസ്പദം എന്താണ്? നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന നിർദ്ദേശമല്ല, വിദ്യ കൊണ്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ജോലി മേടിച്ച് കാശുകാരായി ജീവിക്കുക എന്നതാണ്. നമുക്കതൊന്ന് മാറ്റിപ്പിടിക്കുന്നതിനുള്ള ശ്രമമാകണം 16ാമത് മനക്കച്ചിറ ശ്രീനാരായണ കൺവെൻഷൻ എന്ന് ഞാൻ ന്യായമായും ആഗ്രഹിക്കുന്നു. പ്രസംഗങ്ങൾക്ക് പൊതുവേ ഉള്ളൊരു കുഴപ്പം, ഒന്ന് കുറച്ചേ ആളുകളുണ്ടാവും കേൾക്കാൻ, രണ്ട് കേൾക്കുന്നതൊക്കെ മറന്നു കളഞ്ഞിട്ടാണ് വീട്ടിലേക്ക് പോവുക. എത്ര മണിക്ക് നിർത്തുമാവോ? തുടങ്ങി 2:30, ഇനി ഒരു 3 മണിക്ക് നിർത്തിയാൽ അത് കഴിയുമ്പോഴേക്ക് കുട്ടികളുടെ ഡാൻസും ഒക്കെ കണ്ടിട്ട് പോവാം എന്ന് വിചാരിക്കുന്നതിനപ്പുറം വാക്കുകൾ വിത്തുകളാണെന്ന് തിരിച്ചറിയണം. നമ്മുടെ മനസ്സ് കൊത്തിക്കിളച്ചൊരുക്കിയിട്ട നിലമാക്കി മാറണം. മണിമലയാർ ഒഴുകി ആർദ്രമാക്കിയ ഒരു തീരപ്രദേശത്താണ് നമ്മളിരിക്കുന്നത്. അതുകൊണ്ടാണ് ചുറ്റുപാടും ഇത്ര പച്ച കാണുന്നത്. മണിമലയാർ ആർദ്രമായി
തഴുകുന്നത് കൊണ്ടുള്ള പച്ചപ്പിൻ്റെ ഒരു ലഹരി നമുക്കിവിടെ കാണാം. ഇങ്ങനെ നമ്മുടെ മനസ്സിനെയും ഒന്ന് പച്ചപ്പുള്ളതാക്കി തീർക്കണം. നമ്മുടെ മനസ്സിൻ്റെ നിലമൊരുക്കി വയ്ക്കണം. പ്രസംഗത്തിൽ കേൾക്കുന്ന വാക്കുകളും ആശയങ്ങളും ഒരു കർഷകൻ വാരി വിതറുന്ന വിത്തുകൾ പോലെ നമ്മുടെ മനസ്സിൻ്റെ മണ്ണിൽ അങ്ങനെ കിടക്കണം. അപ്പോഴേ മുളയ്ക്കാറില്ല വിത്തുകൾ മുളയ്ക്കാൻ കുറച്ച് സമയമെടുക്കും. അടുത്ത മഴ നനയുമ്പോൾ, അടുത്ത തിരിച്ചറിവിൻ്റെ സന്ദർഭത്തിൽ, അടുത്ത ധ്യാനത്തിൻ്റെ സന്ദർഭത്തിൽ, അടുത്ത പ്രാർത്ഥനാവേളയിൽ ഈ കേൾക്കുന്ന വിത്തുകൾ പൊട്ടിമുളയ്ക്കും. പൊട്ടിമുളച്ച് പച്ചപ്പ് വന്ന് ഈരില മുളച്ച് വേരാഴ്ത്തി അത് വളർന്ന് ചെടിയാവും. എന്ന് വെച്ചാൽ പ്രസംഗങ്ങളിൽ നിന്ന് കിട്ടുന്ന ആശയങ്ങൾ സ്വന്തം ജീവിതത്തിൽ പകർത്താൻ, പരിശീലിക്കാൻ, അനുഷ്ഠിക്കാൻ നമ്മൾ തയ്യാറാകണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എങ്ങനെയാണ് വിദ്യ കൊണ്ട് സ്ത്രീ സുരക്ഷയും സാമൂഹിക പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും ഉണ്ടാക്കുന്നത്? സ്ത്രീകൾ പെൺകുട്ടികളായിട്ടാണല്ലോ ജീവിതം തുടങ്ങുന്നത്. പെൺകുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ടത്, നിങ്ങൾ എത്ര പഠിക്കാൻ മിടുക്കരാണെങ്കിലും, എത്ര സൗന്ദര്യവതികളാണെങ്കിലും, പണമോ അറിവോ സാമർഥ്യമോ എത്ര നേടിയാലും പ്രബുദ്ധരായില്ലെങ്കിൽ ജീവിതം അപകടത്തിലാണ്. സംസ്ഥാന വനിതാ കമ്മീഷൻ ഭാരവാഹിയായിരിക്കെ തിരുവനന്തപുരത്ത് നിന്നൊരു പെൺകുട്ടി ട്രെയിനിൽ കയറി ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലിറങ്ങി. വെളുപ്പിനെത്തേണ്ട ട്രെയിനായിരുന്നു. അതായത് 4 മണിക്ക് എത്തേണ്ട ട്രെയിൻ ഇത്തിരി വൈകി, ഏതാണ്ട് 6:30-7 മണിക്കാണ് എത്തിയത്. ഈ പെൺകുട്ടി അവളെ സ്വീകരിക്കാൻ എത്തുന്ന ആളെ നോക്കി കുറച്ച് കാത്തു നിന്നു. കാണാതായി. അയാളുടെ കൂട്ടുകാരാണ് ഇവളെ റിസീവ് ചെയ്യാൻ വന്നത്. അവർക്കൊപ്പം പോവാൻ ഇവൾ മടിച്ചു. അവർ പിടിച്ചു വലിച്ച് കാറിൽ കയറ്റാൻ നോക്കി. ബഹളമായി. ജില്ലാ SP എന്നെ വിളിച്ചു പറഞ്ഞു. ഞാനന്ന് ആലപ്പുഴ ഗസ്റ്റ് ഹൗസിലുണ്ടായിരുന്നു. അവിടെ ഒരു കേസിൻ്റെ അന്വേഷണമായിട്ട് എത്തിയതാണ്. ഈ പെൺകുട്ടിയോട് പോലീസുകാർ എന്തൊക്കെ ചോദിച്ചിട്ടും അവരൊന്നും പറയുന്നില്ല. അങ്ങനെയാണ് ഈ കുട്ടിയെ എൻ്റെ മുമ്പിൽ എത്തിക്കുന്നത്. കുട്ടി അച്ഛനമ്മമാരുടെ ഒരേ ഒരു മകളാണ്. MSc മാത്തമാറ്റിക്സ് റാങ്കോടെ പാസ്സായി ഒരു ബാങ്കിൽ പ്രൊബേഷണറി ഓഫീസറായി നിയമനം കിട്ടി, മെമ്മോ കിട്ടിയിരിക്കുകയാണ് ഈ കുട്ടിക്ക്. അവൾ ഫേസ്ബുക്കിൽ പരിചയപ്പെട്ട ഒരാളുമായിട്ട് പ്രേമത്തിലായി. ആളെ കണ്ടിട്ടില്ല. ഇയാൾ ആലപ്പുഴക്കാരനാണ് എന്നറിയാം. അയാൾ അവളോട് പറഞ്ഞത്, എനിക്ക് സ്വന്തമായിട്ട് വലിയ ഫാക്ടറിയൊക്കെ ഉണ്ട്, നീ വേറെ ജോലിക്കൊന്നും പോകണ്ട, നീ ഇങ്ങോട്ട് പോരേ, നമുക്കൊരുമിച്ച് കല്യാണം കഴിച്ച് ജീവിക്കാം, എനിക്ക് ഫാക്ടറി ഉണ്ട്, ധാരാളം ചെമ്മീൻ കെട്ടുകളുണ്ട്, വലിയ സമ്പത്തുണ്ട്, ഇങ്ങോട്ട് പോരൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആളെപ്പോലും കാണാതെ ഫേസ്ബുക്കിലെ പരിചയത്തിലൂടെ ഈ കുട്ടി വെളുപ്പിന് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതാണ്. പക്ഷേ ട്രെയിൻ ലേറ്റായി, നേരം വെളുത്തു. ഇയാളെ കണ്ടില്ല. ഇയാളുടെ സുഹൃത്തുക്കൾ കൂട്ടിക്കൊണ്ട് പോകാൻ പോയപ്പോൾ അവൾ അവർക്കൊപ്പം പോകാൻ തയ്യാറായില്ല. ഞാൻ പോലീസിനോട് പറഞ്ഞ് അന്വേഷിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഇവളുടെ കാമുകൻ ആരാണെന്ന് കണ്ടെത്തി. നേരം വെളുക്കും മുമ്പ് ഇരുട്ടത്തായിരുന്നെങ്കിൽ അയാൾ വന്നു കൂട്ടിക്കൊണ്ട് പോയേനെ ഇവളെ, അയാൾ വന്നെങ്കിൽ അവളൊപ്പം പോയേനെ. പക്ഷെ നേരം വെളുത്തത് കൊണ്ട് അയാൾക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല. എന്തേ? 8 കേസുകളിൽ പ്രതിയാണ് അയാൾ. ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. 6ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ഒരു ചേരിയിൽ, ആലപ്പുഴയിൽ ഒരു ചേരിയിൽ താമസിക്കുന്ന ക്രിമിനലായ ഒരുത്തൻ്റെ അടുത്തേക്കാണ് MSc റാങ്കുകാരിയായ ബാങ്ക് ഓഫീസറാകേണ്ട പെൺകുട്ടി പെട്ടിയും സഞ്ചിയും ബാഗും ഒക്കെ ആയിട്ട് ഇറങ്ങിപ്പോകുന്നത്. അവളുടെ ഭാഗ്യം കൊണ്ട്, അച്ഛനമ്മമാരുടെ സുഹൃതം കൊണ്ട് ട്രെയിൻ ലേറ്റായി. അപ്പോൾ വിദ്യ കൊണ്ട് പ്രബുദ്ധയായോ ഈ കുട്ടി? ആയിട്ടില്ല. വിദ്യ കൊണ്ടൊരു സർട്ടിഫിക്കറ്റ് കിട്ടി, ഈ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടൊരു ജോലിയും കിട്ടി. അപ്പോൾ വിദ്യ കൊണ്ട് പ്രബുദ്ധയാകണമെങ്കിൽ ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള കഴിവുണ്ടാവണം. ശരി ഏത്, തെറ്റേത്, ധാന്യമണി ഏത്, പതിരേത് എന്ന് തിരിച്ചറിയാനുള്ള വിവേകമുണ്ടാകണം. ഈ വിവേകമുണ്ടാകണമെന്നാണ്
സാക്ഷാൽ ശ്രീനാരായണ ഗുരു പരമഹംസർ നമ്മളോട് അരുളി ചെയ്തത്. ഈ സ്കൂളിൽ പോയി പഠിച്ചിട്ട് കോളേജിൽ പോയി പഠിച്ചിട്ട് വന്നാൽ പെമ്മക്കളോടെല്ലാം തികഞ്ഞു എന്നല്ല പറയേണ്ടത്. ഗുരുദേവ ഭഗവത്പാദർ അരുളി ചെയ്തത് പ്രബുദ്ധരാകാനാണ്. അതുകൊണ്ട് ആലോചിക്കുക. അച്ഛനമ്മമാരെ അവിശ്വസിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇന്നലെ പരിചയപ്പെട്ടവനൊപ്പം ഇറങ്ങിപ്പുറപ്പെടുന്നത് വിവേകമാണോ? അതോ വയറ്റിലൊരു കുഞ്ഞിൻ്റെ ജനനം മുതൽ അവളെ വളർത്തി വലുതാക്കുന്ന ഓരോ നിമിഷവും നെയ്ത്തിരി പോലെ എരിഞ്ഞ് പ്രാർത്ഥിച്ച് സങ്കൽപ്പിച്ച് സ്നേഹിച്ച് അവളെ വളർത്തിക്കൊണ്ടുവരുന്ന അച്ഛനമ്മമാരെ അനുസരിക്കലാണോ? ഇതിലേതാണ് പ്രബുദ്ധി എന്നവൾക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കുക. പറഞ്ഞു മാത്രം കൊടുത്താൽ പോരാ. ഉപദേശങ്ങൾക്കൊരു പരിധിവരെ സ്വാധീനിക്കാൻ പറ്റൂ. നമ്മൾ പറയാറുണ്ട്, വി ലേൺ മോർ ബൈ സീയിങ് നോട്ട് ബൈ ലിസണിങ് എന്ന്. നമ്മൾ അറിയുന്നത്, കൂടുതൽ അറിവ് നേടുന്നത് കേട്ടിട്ടല്ല, കണ്ടിട്ടാണ്. കണ്ടുകൊണ്ടാണ് കൂടുതൽ അറിവ് നേടുന്നത്. എങ്ങനെയാണ് കാണുന്നത്? കുട്ടികളുടെ മുൻപിൽ മാതൃകകളാകാൻ നമുക്ക് സാധിക്കണം. കുട്ടികൾ നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട്. കുട്ടികളാണ് ഏറ്റവും വലിയ ചാരന്മാർ. നമ്മുടെ മക്കളാണെന്ന് ഏറ്റവും വലിയ ചാരന്മാർ. അവർ 24 മണിക്കൂറും അവരുടെ സർവെയിലൻസ് ക്യാമറ നമുക്ക് നേരെ തിരിച്ചു വച്ചിട്ടുണ്ട്. ഒരു സംശയവും വേണ്ട. നമ്മൾ ചെയ്യുന്നതും ചെയ്യാത്തതും ചെയ്യരുതാത്തതും ചെയ്തു പോയതും ചെയ്യാനിരിക്കുന്നതും ഒക്കെ അവർ വളരെ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. ഒരു ചെറിയ കുട്ടി എന്നോട് പറഞ്ഞതാണ്, എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ആർത്തിയാണ് പൈസയോട്. 4ാം ക്ലാസ്സേ ആയിട്ടുള്ളൂ. എന്താ കാര്യം? എങ്ങനെ തനിക്കത് തോന്നിയത്? അത് അച്ഛൻ ഓഫീസിൽ നിന്ന് വന്ന ഉടനെ അമ്മ വഴക്കുണ്ടാക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് സർക്കാർ ജോലി ഉണ്ടായിട്ട് എന്താ കാര്യം? ഇത് അപ്പുറത്തെ ആ വിജയൻ ചേട്ടനെ കണ്ടുപഠിക്കുക. വിജയൻ ചേട്ടൻ എത്ര രൂപയാണ് ശമ്പളത്തിൻ്റെ 3 ഇരട്ടിയാണ് കിമ്പളം കിട്ടുന്നത്. ഇത് അപ്പുറത്തെ ആ ചാക്കോച്ചായനെ ഒന്ന് കണ്ടു നോക്ക്. ഭാര്യയ്ക്ക് ആഴ്ചയ്ക്കാണ് പട്ടുസാരി വാങ്ങി കൊടുക്കുന്നത്. നിങ്ങളെ കൊണ്ട് എന്തിനു കൊള്ളാം? കുട്ടി ഇതിൽ നിന്ന് പഠിച്ച പാഠം അമ്മയ്ക്ക് പൈസയോട് ആർത്തിയാണ്. എന്നിട്ട് അവൻ എന്താ ചെയ്തത്? അവൻ ക്ലാസ്സിലെ മറ്റു കുട്ടികളുടെ ബോക്സിൽ നിന്ന് പൈസ മോഷ്ടിച്ചു. കാര്യമായിട്ടൊന്നും കിട്ടപ്പോരില്ല എന്ന് മനസ്സിലായപ്പോൾ സ്റ്റാഫ് റൂമിൽ കയറി അധ്യാപകരുടെ കയ്യിൽ നിന്നും കൂടി മോഷ്ടിക്കാൻ തുടങ്ങി. എന്താ കാരണം? അമ്മയുടെ മുൻപിൽ ഹീറോ ആകുക. അമ്മയുടെ മുമ്പിൽ അച്ഛനെ കൊണ്ട് കാര്യമായിട്ട് പൈസയൊന്നും കൊണ്ടുവന്ന ആളാകാൻ പറ്റുന്നില്ല. എന്നാൽ പിന്നെ 4ാം ക്ലാസ്സുകാരൻ്റെ കയ്യിൽ ഇഷ്ടം മാതിരി പൈസ. കുട്ടി ഇത് ചെയ്യണമെന്നല്ല അമ്മ പ്രതീക്ഷിച്ചത്. നമുക്കറിയാം, അമ്മ അങ്ങനെ ചിന്തിച്ചതേയില്ല. പക്ഷേ കുട്ടിയുടെ മനസ്സിൽ അമ്മ ഇട്ടുകൊടുത്ത ആശയം അതാണ്. നമുക്കറിയാം, ശ്രീരാമകൃഷ്ണദേവൻ്റെ ഒരു ഉദാഹരണമുണ്ട്. ഒരമ്മ മകനെയും കൊണ്ട് കുഞ്ഞിനോട് ശർക്കര കഴിക്കരുത് എന്നൊന്ന് ഉപദേശിക്കണം. ഇവൻ ഈ ശർക്കര കട്ട് തിന്നുന്ന സ്വഭാവമുണ്ട് എപ്പോൾ കണ്ടാലും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ പറ്റില്ല, ഒരാഴ്ച കഴിഞ്ഞു വാ. അപ്പോൾ അമ്മയ്ക്ക് ദേഷ്യം തോന്നി. ഇതെന്തൊരു മനുഷ്യൻ, ഒരൊറ്റ വാചകം പറഞ്ഞാൽ പോരെ, ഇങ്ങർക്കത് ഇപ്പം പറഞ്ഞുകൂടെ, ഇനി ഒരാഴ്ച സമയം കളയണോ? ഒരാഴ്ച കൊണ്ട് ഇവനെ എത്ര കിലോ ശർക്കര കൂടി അകത്താക്കുവോ ആവോ എന്ന് പേടിച്ച് അമ്മ വീട്ടിൽ പോയി. ഒരാഴ്ച കഴിഞ്ഞ് അമ്മ പറഞ്ഞ സമയത്ത് ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, മകനെ ശർക്കര കഴിക്കരുത് കേട്ടോ, അത് മോശമാണ്. ശർക്കര മോഷ്ടിച്ച് കഴിക്കരുത്. ശർക്കര വളരെ ചീത്തയാണ്, പല്ല് കേടാവും, ആരോഗ്യത്തിന് മോശമാണ് എന്നൊക്കെ പറഞ്ഞു. കുട്ടി അനുസരിച്ചു. കുട്ടി പിന്നെ ശർക്കര കഴിച്ചിട്ടില്ല. പക്ഷെ അമ്മയ്ക്ക് മനസ്സിൽ വല്ലാത്തൊരു അസ്വാസ്ഥ്യം. ഒരാഴ്ച മുമ്പ് ഈ മനുഷ്യനിത് പറഞ്ഞിരുന്നെങ്കിൽ 3.5 കിലോ ശർക്കര കൂടി ലാഭിക്കായിരുന്നു. അമ്മ ചോദിക്കാൻ വേണ്ടി ചെന്നു, അത് ഗുരു അങ്ങ് എന്താണ് ഞാൻ ആദ്യം വന്നപ്പോൾ അത് പറയാത്തത്? പരമഹംസരുടെ മറുപടി വളരെ ലളിതമായിരുന്നു. അതെങ്ങനെയാണ് അമ്മേ ഞാനത് പറയുക? കാരണം ഞാനും ശർക്കര കഴിക്കുന്ന സ്വഭാവക്കാരനായിരുന്നു. കട്ട് തിന്നുക അല്ലെങ്കിലും ശർക്കര തിന്നാൻ എനിക്കും ഇഷ്ടമായിരുന്നു. ഊണ് കഴിയുമ്പോൾ ഒരു ചെറിയ കഷ്ണം ശർക്കര ഇത്തിരി തേങ്ങാപ്പൂളും കൂടി കഴിക്കൽ എനിക്കിഷ്ടമായിരുന്നു. ഞാൻ ചെയ്യുന്നൊരു കാര്യം മറ്റൊരാളോട് ചെയ്യരുതെന്ന് എങ്ങനെയാണ് പറയുക? അതുകൊണ്ട് ഞാൻ ശർക്കര തീറ്റി എന്നേക്കുമായിട്ട് നിർത്തി. ശർക്കര തീറ്റി ഉപേക്ഷിച്ചു. ഇനി എനിക്ക് ആരോടും പറയാം. പക്ഷെ പരമഹംസർക്കുള്ള ഈ ഒരു വിഷമമൊന്നും നമുക്കില്ല കേട്ടോ. നമ്മളെ കാര്യത്തിൽ എടുക്കരാ. നമ്മൾ ചെയ്യുന്ന കാര്യം വേറൊരാളോട് ചെയ്യരുതെന്ന് പറയാൻ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. നമ്മളതൊക്കെ ചെയ്യും, സന്തോഷിക്കും. പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്തേക്കരുത്. കള്ളം പറയുന്ന അമ്മ കള്ളം പറഞ്ഞേക്കരുത്. കള്ളം പറയുന്നത് ഭയങ്കര മോശമാണ് കേട്ടോ. കള്ളം ഒരൊറ്റ ദിവസം പോലും പറഞ്ഞേക്കരുത്. ഓഫീസ് കഴിഞ്ഞ് ജോലിക്ക് പോയിട്ട് വീട്ടിലെത്താൻ വൈകുന്ന അച്ഛൻ മോനോട് പറയും, കോളേജ് വിട്ടാൽ ആ നിമിഷം ഇവിടെ എത്തിക്കണോ, അവിടെ എവിടെയും കറങ്ങി നിൽക്കരുത്.
മകളോടമ്മ ഉപദേശിക്കും, എടി വലിയ ആർഭാടമൊന്നും വേണ്ട, അത്ര ധൂർത്തൊന്നും കാണിക്കണ്ട കേട്ടോ, പൈസ കളയാനുള്ളതല്ല. അമ്മയുടെ സാരിയും ആഭരണവും മകളൊന്നും നോക്കും. അപ്പോൾ കുട്ടികൾ ചാരന്മാരായതുകൊണ്ട് ഉപദേശങ്ങൾ മാത്രം പോരാ, ദൃശ്യങ്ങൾ കൂടി വേണം. അവരുടെ മുൻപിൽ മാതൃകകൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിയണം. ശ്രീനാരായണ ഭഗവത് പാദർ ഉപദേശിച്ച ജീവിതം അതപ്പാടെ അനുസരിക്കാനും അനുശീലിക്കാനും നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് എളുപ്പമായിരിക്കില്ല. പക്ഷേ പരിശ്രമിച്ചാൽ അതിൻ്റെ ഒരു 4/1 നമുക്ക് സ്വായത്തമാക്കാൻ പറ്റും. നമ്മളതനുസരിച്ച് ജീവിക്കുകയേ വേണ്ടൂ, നമ്മുടെ മക്കൾ അത് കണ്ട് പഠിക്കാൻ. അതുകൊണ്ട് പ്രബുദ്ധി എന്താണെന്ന്, എങ്ങനെയാണ് അക്ഷരങ്ങളിലൂടെ പ്രബുദ്ധരാകേണ്ടതെന്ന് അവിടുന്ന് ഉപദേശിച്ചു തന്ന പാഠം സ്വജീവിതത്തിലേക്ക് പകർത്തുന്ന അമ്മമാരിൽ നിന്ന് മക്കളത് സ്വാംശീകരിക്കുന്നു. തെറ്റേത് ശരിയേതെന്ന് തിരിച്ചറിയാനുള്ള വിവേകം അവർ സ്വായത്തമാക്കുന്നു. ഏത് കോളുകളാണ് എടുക്കേണ്ടാത്തത്, ഫോണിൽ എന്തൊക്കെയാണ് പറയാവുന്നത്, എത്തരം ഫോട്ടോകളാണ് എടുത്ത് അയക്കേണ്ടത്, മെസ്സേജ് അയക്കൽ എങ്ങനെയേ ആകാവൂ, ഇതൊക്കെ അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നുമാണ് കുട്ടികൾ പഠിക്കുന്നത്. ഞാൻ എൻ്റെ സുദീർഘമായ സ്ത്രീ സുരക്ഷാ മേഖലയിലെ അനുഭവം കൊണ്ട് പറയട്ടെ. സ്ത്രീ സുരക്ഷയ്ക്ക് തുരങ്കം വയ്ക്കുന്ന നല്ലൊരു പങ്ക് പ്രശ്നങ്ങളും ഉടലെടുക്കുന്നത് സ്ത്രീകളുടെ ഭാഗത്തു നിന്നുള്ള അശ്രദ്ധയോ അവഗണനയോ അമിതമായ ആത്മവിശ്വാസമോ കൊണ്ട് തന്നെയാണ്. വഴിയെ നടന്നു പോകുന്ന ഒരു പെൺകുട്ടിയെ വളരെ അപരിചിതനായ ഒരാൾ ആക്രമിക്കുന്നത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതല്ല, അത്യപൂർവമാണ്. ഡൽഹിയിൽ നിർഭയ എന്ന പെൺകുട്ടിക്ക് നേരെ ഉണ്ടായ അപകടം പോലെ ഒക്കെയുള്ളത് വളരെ അപൂർവമാണ്. പക്ഷേ അധിക പങ്ക് സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും ഉണ്ടാകുന്നത് അവരുടെ ഭാഗത്തെ അനാസ്ഥ കൊണ്ടാണ്. കാമുകന് അയച്ചു കൊടുക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള ഫോട്ടോകൾ എടുത്തു കൊടുക്കുന്നു. വിവാഹ വാഗ്ദാനം കൊടുക്കുന്നതിൻ്റെ പേരിൽ വളരെ ഇൻറ്റിമേറ്റ് ഫോട്ടോസ് കാമുകൻ അയച്ചു കൊടുക്കുന്നു. അയാൾ ഈ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറുന്നു. അയാൾ ഈ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നു. പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നു. ആരുടെ ഭാഗത്താണ് തെറ്റ്? ആരാണ് പ്രബുദ്ധിയില്ലാതെ പെരുമാറിയത്? അപ്പോൾ ഓരോ പെൺകുട്ടിയും ഓരോ സ്ത്രീയും സ്വന്തം കാവലാളാകേണ്ടതുണ്ട്. ഇക്കഴിഞ്ഞ ദിവസം അലഹബാദ് ഹൈക്കോടതിയിലെ ജഡ്ജി ഒരു വിധി പ്രസ്താവം നടത്തി. ഒരു പെൺകുട്ടി രാത്രിയിൽ ഒരു ബാറിലെത്തി മദ്യപിച്ചു ആൺ സുഹൃത്തുക്കൾക്കൊപ്പം. അവൾ മദ്യപിച്ചിട്ട് പോയില്ല, അവിടെ ഇരുന്ന് മദ്യപിച്ച് പുലർച്ചയ്ക്ക് 3:30 മണി വരെ ബാറിലിരുന്ന് മദ്യപിച്ചു. ഈ ആൺകുട്ടികൾ പലരും അവളെ സ്പർശിക്കുകയും സഭ്യമല്ലാത്ത സംഭാഷണങ്ങളൊക്കെ നടത്തുകയും ചെയ്തപ്പോൾ അവൾ പ്രതിഷേധിച്ചില്ല. ഈ 3:30 വരെ ഇരുന്ന് മദ്യപിച്ച് ലക്ക് കെട്ട പെൺകുട്ടിയെ ഇവർ ദേഹോപദ്രവമേൽപ്പിച്ചു, ശാരീരികമായി പീഡിപ്പിച്ചു. ഈ കേസ് അലഹബാദ് ജഡ്ജിയുടെ മുമ്പിലെത്തിയപ്പോൾ ഹൈക്കോടതി ജഡ്ജി പറഞ്ഞത്, ഇരയായ പെൺകുട്ടിക്ക് ഈ കുറ്റകൃത്യത്തിലൊരു പങ്കുണ്ട് എന്നത് നിഷേധിക്കാൻ പറ്റില്ല. ഇരയായ പെൺകുട്ടി കൂടി പങ്കാളിയാണ് ഇത്തരമൊരു ദുരന്തം ക്ഷണിച്ച് വരുത്തുന്നതിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മുടെ കുട്ടികളൊന്നും 3 മണി വരെ ബാറിൽ പോയി മദ്യപിക്കില്ല, അത് നമുക്കറിയാം. സാമാന്യേന കേരളത്തിൽ അത് സംഭവിക്കുന്നില്ല. പക്ഷേ അവരുടെ നോട്ട്ബുക്കിനിടയിലും അവരുടെ ബാഗിനുള്ളിലും അവരുടെ മനസ്സിലുമൊക്കെ എന്താണുള്ളതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുമോ? കുറച്ചു കാലം മുമ്പ് ഒരു പെൺകുട്ടി കയ്യിൽ രാസലഹരി സൂക്ഷിച്ചതിന് പിടിക്കപ്പെട്ടു. ആ കോളേജിലെ പ്രിൻസിപ്പൽ, ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടിയാണ്, ആ കോളേജിലെ പ്രിൻസിപ്പൽ അത് കണ്ടുപിടിച്ചു. പെൺകുട്ടിയെ ചോദ്യം ചെയ്തു. എന്നോട് അദ്ദേഹം ആ കുട്ടിയോടൊന്ന് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഞാൻ ആ കുട്ടിയോട് സംസാരിച്ചപ്പോൾ കഴിഞ്ഞ 8 വർഷമായിട്ട് ആ പെൺകുട്ടി ഇത് ചെയ്യുകയാണ്. വീട്ടിൽ അവളുടെ മുറിക്കുള്ളിൽ മേശയ്ക്കകത്ത് ലഹരി വസ്തുക്കളുണ്ട്, ബാഗിലുണ്ട്, ഒക്കെ ഉണ്ട്.
ഇത് കണ്ടുപിടിക്കാൻ അവളുടെ വീട്ടുകാർക്ക് പറ്റിയില്ല. അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും സാധിച്ചിട്ടില്ല. അപ്പോൾ പഠിപ്പുള്ള നമ്മൾ എന്ത് പ്രബുദ്ധരാണ് ആയിരിക്കുന്നത്? ചുറ്റുപാടുകളെ നിരീക്ഷിക്കാൻ, മക്കളെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ യാതൊരു വിദ്യയും നേടിയിട്ടില്ല എന്നാണ് അർത്ഥം. അതുകൊണ്ട് അച്ഛനമ്മമാർ കണ്ണു തുറന്ന് ജീവിക്കുക. നമുക്ക് കിട്ടിയത് അക്ഷരാഭ്യാസമാണെങ്കിലും ശരി, ഗുരുദേവ ഭഗവത്പാദർ പറഞ്ഞിരിക്കുന്നത് വലിയ ഡിഗ്രികൾ നേടുന്നവർ മാത്രമാണ് വിദ്യ നേടുന്നതെന്നല്ല പറഞ്ഞത്. മറിച്ച് പ്രബുദ്ധി നേടുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അക്ഷരം കൂട്ടി വായിക്കാനേ നമുക്കറിയൂ എങ്കിലും അതുകൊണ്ട് ചുറ്റുപാടുകളെ മനസ്സിലാക്കാൻ കഴിയണം, മക്കളെ മനസ്സിലാക്കാൻ കഴിയണം, അപകടങ്ങൾ വരാവുന്ന വഴികൾ തിരിച്ചറിഞ്ഞത് അടച്ചു വയ്ക്കണം, അവഗണനയും അശ്രദ്ധയും ഉണ്ടാകുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം. ആധ്യാത്മികതയുടെ അടിത്തറയുണ്ടാവണം. നമ്മൾ ജീവിക്കുന്ന ഈ കാലം വലിയ വെല്ലുവിളികൾ നിറഞ്ഞതാണ്. നമ്മൾ വിചാരിക്കും മുതിർന്നവരായ നമുക്ക് മാത്രമേ ടെൻഷൻ, സ്ട്രെസ്സ്, മനപ്രയാസമൊക്കെ ഉള്ളൂ എന്നല്ല. LKG പഠിക്കുന്ന കുട്ടിക്ക് മുതലുണ്ട് സ്ട്രെസ്സ്. അവനേക്കാൾ കൂടുതൽ മിടുക്കനാണെന്ന് മറ്റൊരു കുട്ടിയെ അധ്യാപകർ പുകഴ്ത്തുമ്പോൾ കുട്ടിക്ക് വലിയ സ്ട്രെസ് ഉണ്ടാവുന്നുണ്ട്. ഒരു കുട്ടിയോട് അധ്യാപിക, അവന് പ്രിയപ്പെട്ട അധ്യാപിക കൂടുതൽ വാത്സല്യം കാണിച്ചാൽ കുട്ടിക്ക് സ്ട്രെസ് ഉണ്ടാവുന്നുണ്ട്. അച്ഛൻ അനിയനെയാണ് ലാളിക്കുന്നത് കൂടുതലെന്ന് തോന്നിയാൽ മൂത്ത കുട്ടിക്ക് സ്ട്രെസ് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രഗത്ഭരായ മനഃശാസ്ത്രജ്ഞർ പറയുന്നത്, കേരളീയരുടെ ഇടയിൽ 60% ആളുകൾ വിഷാദ രോഗമല്ലെങ്കിൽ ഡിപ്രഷന് മരുന്ന് കഴിക്കുന്നവരാണ്. എന്നോടിത് പറഞ്ഞ വലിയൊരു സൈക്കിയാട്രിസ്റ്റിനോട് ഞാനപ്പോൾ വിചാരിച്ചു, വളരെ സന്തോഷത്തോടെ ഞാൻ പറഞ്ഞു, ഓ നല്ല കാര്യം, എന്തായാലും ബാക്കി 40% കുഴപ്പമില്ലാണ്ട് ജീവിക്കുന്നല്ലോ. അപ്പോൾ അദ്ദേഹം തിരുത്തി, അല്ല മാഡം, 60% ആളുകൾക്കേ അത് തുറന്നു പറയാനും മരുന്ന് കഴിക്കാനും ഉള്ള വിവരമെങ്കിലും ഉള്ളൂ. 40% ആളുകൾ മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് വെച്ചാൽ അത് സഹിച്ചടക്കി പിടിച്ച് ജീവിക്കുകയാണ്. അതാണ് അവസ്ഥ കേരളത്തിൻ്റെ. അപ്പോൾ ഇത് നമ്മുടെ ആരുടെയും കുറ്റമല്ല, നമ്മുടെ ജീവിത രീതി മാറിയിരിക്കുന്നു. പഴയ കാലത്ത് 2 നേരം ഉണ്ണാൻ വകയുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഹാപ്പി ആയിരുന്നു. 1-2 വെള്ളമുണ്ടും നിറമില്ലാത്ത ബ്ലൗസും ഉണ്ടെങ്കിൽ നമ്മൾ സന്തോഷവാന്മാരായിരുന്നു. പുരുഷന്മാർക്ക് മുണ്ടും ഒരു തോർത്തും ഉണ്ടെങ്കിൽ സന്തോഷമായിരുന്നു. ഇന്ന് എന്തുണ്ടെങ്കിലാണ് നമുക്ക് സന്തോഷം? ഐഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷമല്ല, കാരണം പുതിയ വെർഷൻ അടുത്ത വർഷം ഇറങ്ങും. അപ്പോൾ അത് വാങ്ങാൻ ഇനി എന്ത് ചെയ്യണം? കാറുണ്ടെങ്കിൽ പോരാ, ഇതിനേക്കാൾ വലിയ കാറുണ്ട് ഈ നാട്ടിൽ വേറൊരുത്തന്, നമ്മളെങ്ങനെ സഹിക്കും? അപ്പോൾ ഒരിക്കലും സമാധാനവും സന്തോഷവും ഇല്ലാത്ത വിധം അതിഭീകരമായ മത്സരബുദ്ധി തിളച്ചു പൊന്തുന്ന കാലഘട്ടത്തിൽ നമുക്കൊരേ ഒരു ആശ്വാസമേ ഉള്ളൂ, ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ. അത് ആധ്യാത്മികതയാണ്. എല്ലാം ഒന്നെന്ന തിരിച്ചറിവ്, ആത്മാവാണ് സത്യമെന്ന തിരിച്ചറിവ്. വേറൊന്നും വേണ്ട, ഗുരുദേവ വചനങ്ങൾ മനസ്സിരുത്തി വായിച്ച് അത് സ്വജീവിതത്തിൽ പരിശീലിക്കാൻ ശ്രമിക്കുക. ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത് നേടുക. സാമാന്യേനയുള്ള സന്തോഷകരമായ ജീവിതം ഉറപ്പാക്കുക. അതിനപ്പുറത്തേക്ക് അത്യാഗ്രഹങ്ങളും ആസക്തികളും മാറ്റിവെച്ചുകൊണ്ട് അക്ഷരങ്ങളിലൂടെ പ്രഹർഷേണയുള്ള ബുദ്ധി, സന്തോഷം സ്വയം അനുഭവിക്കാനും മറ്റുള്ളവർക്ക് സന്തോഷം നൽകാനും ആവശ്യമായ ബുദ്ധി നേടുക. അങ്ങനെ വിദ്യ കൊണ്ട് പ്രബുദ്ധരായൊരു സമൂഹം സംഘടന കൊണ്ട് ശക്തരാവുക. സംഘടനയുടെ ശക്തി നമുക്കിപ്പോൾ എല്ലായിടത്തും കാണാനുണ്ട്. ഏത് സംഘടനയും, അക്രമം കാണിക്കുന്നവരും സംഘടനയാണ്. പശ്ചിമ ബംഗാളിൽ നടക്കുന്നതും സംഘടനയുടെ ഒരു ശക്തി പ്രകടനമാണ്. മുർഷിദാബാദിൽ ബംഗ്ലാദേശിലെ നുഴഞ്ഞു കയറ്റക്കാർ അവിടുത്തെ ജനങ്ങളെ ആക്രമിച്ചു കൊലപ്പെടുത്തുന്നതും സംഘടനാ ശക്തിയാണ്. ഗുരുദേവ ഭഗവത്പാദർ പറഞ്ഞത് ആ സംഘടനാ ശക്തിയെക്കുറിച്ചല്ല, പിന്നെയോ വിദ്യ കൊണ്ട് പ്രബുദ്ധരായതിലൂടെയുള്ള സംഘടനാ ശക്തി. അറിവ് നേടുക, ആത്മീയ ജ്ഞാനം നേടുക, അന്തരംഗത്തിൽ വിശുദ്ധി നേടുക, എന്നിട്ട് ശക്തരായി നിൽക്കുക, ഒരേ മനസ്സോടെ നിൽക്കുക. ഞാൻ ഇനി ദീർഘിപ്പിച്ചാൽ ഈ കൺവെൻഷൻ്റെ ഭാരവാഹികളോട് നിങ്ങൾ പറയും, അയ്യോ പ്രമീള ദേവിയെ വിളിക്കരുത് കേട്ടോ,
ഇനിയെങ്കിലും ഞങ്ങൾ വിഷമിച്ചു, കേട്ട് മടുത്തു, നല്ല ചൂടാണ്. അപ്പോൾ 17ാമത് മനക്കച്ചിറ കൺവെൻഷനും പങ്കെടുക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. പക്ഷേ എനിക്ക് ഒന്നുകൂടി ആവർത്തിക്കാനുള്ളത്, കേട്ട് മറക്കാനുള്ളവയല്ല പ്രസംഗങ്ങൾ. നിലമൊരുക്കി കളപറിച്ച് ഉഴുതുമറിച്ച മനസ്സിൻ്റെ മണ്ണിൽ വിതയ്ക്കുന്ന വിത്തുകളാകണം വാക്കുകളും ആശയങ്ങളും. വൈകുന്നേരത്തെ സന്ധ്യാപ്രാർത്ഥനയിൽ അടുത്ത പ്രാവശ്യം ദൈവദശകം ചൊല്ലുമ്പോൾ അത് മഴത്തുള്ളികളായിട്ട് മനസ്സിൽ വീണ് മണ്ണിനെ നനയ്ക്കണം. ആ മനസ്സിൽ ഈ വാക്കുകൾ മുളച്ചു പൊന്തി ഇത് സ്വന്തം ജീവിതത്തിൻ്റെ ഭാഗമാകണം. കേൾക്കുന്നതിനെക്കുറിച്ച് മനനം ചെയ്ത് അത് പരിശീലിക്കണം. അങ്ങനെ തൻ്റെയും തൻ്റെ കുട്ടികളുടെയും സമൂഹത്തിൻ്റെയും നമ്മുടെ ദേശത്തിൻ്റെയും ജീവിതം വിദ്യ കൊണ്ട് പ്രബുദ്ധമാക്കുന്നതിന് വേണ്ടി സാമൂഹിക പ്രശ്നങ്ങളെ വേരോടെ പിഴുതെറിഞ്ഞ് സ്ത്രീ സുരക്ഷയും പുരുഷ സുരക്ഷയും ബാലസുരക്ഷയും സമൂഹ സുരക്ഷയുമൊക്കെ യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് കഴിയണം എന്ന പ്രാർത്ഥനയോടെ ശ്രീനാരായണ ഗുരുദേവ ഭഗവത് പാദങ്ങളിൽ എൻ്റെ വാക്കുകൾ സമർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ശ്രീനാരായണ ധർമ്മം ആചന്ദ്രതാരം വിജയിക്കുമാറാകട്ടെ. നമസ്കാരം.